ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു റൈസാണ് കേട്ടോ. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടീസിനൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ റൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്, അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 2 ഏലക്ക ഇട്ടിട്ടുണ്ട്, 3 ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാളയാണ് കേട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കളറ് മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം കശുവണ്ടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല എരിവുള്ള 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. സാധാരണ മുളകാണെങ്കിൽ 3ഓ 4ഓ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് വഴണ്ട് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ സവാള ഏകദേശം ഒന്ന് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി, നല്ല പഴുത്ത തക്കാളി, നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. കാരണം തക്കാളി ഉടഞ്ഞു പോകാൻ പാടില്ല, വെന്താൽ മാത്രം മതി. ഉടഞ്ഞു പോകുന്ന സമയത്ത് ഇതിൻ്റെ കളറ് മാറിപ്പോവും റൈസിൻ്റെ. നമുക്കൊരു വെള്ള കളറിലാണ് റൈസ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം തക്കാളി വെന്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഉടച്ചെടുത്തിട്ടില്ല. ഈ സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 15ഓളം പുതിനയില ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1.5 കപ്പ് ബസ്മതി അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ ഡബിളാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബസ്മതി അരി നിങ്ങൾ നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് കുതിർത്തി വെക്കണം. അതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ആവശ്യം പോലെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെ ചേർത്ത് കൊടുക്കുക, എന്നാലേ റൈസിന് പിടിക്കുകയുള്ളൂ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുതിർത്തി അരിച്ച് വെച്ചിട്ടുള്ള ബസ്മതി അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 കപ്പ് അരിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസിൽ എന്നുള്ള രീതിക്കാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നേരെ ഡബിൾ വെള്ളം എടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വിസിൽ വന്നതിന് ശേഷം അപ്പം തന്നെ പ്രഷർ കളഞ്ഞിട്ട് തുറക്കണം, അല്ലാതെ നമ്മൾ പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഇത് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റ വിസിലടിച്ച് അപ്പം തന്നെ നമ്മൾ തുറന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒരുപാടിട്ട് ഇളക്കരുത്. നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ കുക്കറിൽ വേവിച്ച് ചോറ് നമ്മൾ ഫോർക്ക് വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കി മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് ഞാൻ ഒരു സവാള നേരത്തെ ഫ്രൈ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചൂടാറുന്ന സമയത്ത് നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല റൈസാണ്, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പറയുന്നതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്തിട്ടുള്ള ഒരു ചള്ളാസാണ്, നമ്മൾ കച്ചമ്പർ എന്ന് പറയും. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നോൺ വെജ് വേണമെങ്കിലൊക്കെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ നോർമൽ നെയ്ച്ചോറിൻ്റെ വേറൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് റൈസ് ഒന്ന് എടുത്ത് കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.